ശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. കടവും ദാനവും അല്ലേ, കടം കൊടുക്കുന്നതും ദാനം കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ദാനമായിട്ട് കൊടുക്കുന്നത് തിരിച്ച് കിട്ടാൻ വേണ്ടിയല്ല കൊടുക്കുന്നത്. പക്ഷേ കടം കൊടുക്കുന്നത് എന്തിനാണ്? അത് തിരിച്ച് കൊടുക്കണം. തിരിച്ച് കൊടുത്തില്ലെങ്കിലോ പലയിടത്തും സ്വീകരിക്കുന്നത് പോലെയല്ല. അപ്പോൾ വചനത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 29-ാമത്തെ അധ്യായത്തിൽ 2 മുതലുള്ള വാക്യങ്ങൾ. അയൽക്കാരന് ആവശ്യം വരുമ്പോൾ കടം കൊടുക്കുക. നീ കടം വാങ്ങിയാൽ സമയത്തിന് തിരിച്ചു കൊടുക്കണം. അയൽക്കാരന് ആവശ്യമുള്ളപ്പോൾ കടം കൊടുക്കുക. ഇവിടെ ഒരു കേസ് പ്രാർത്ഥിക്കാൻ വന്നതാണ്. സ്വന്തം ചേട്ടനും അനിയനും തന്നെയാണ്. അപ്പോൾ ചേട്ടൻ്റെ 50 ലക്ഷം രൂപ ഇപ്പോൾ അനിയൻ്റെ കയ്യിലായി. പക്ഷേ കൊടുക്കുന്ന മട്ടുമില്ല, മേടിക്കുന്ന മട്ടുമില്ല. ഒത്തിരി സാമ്പത്തികമായിട്ട് ഈ കുടുംബം കിടന്ന് നിരങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇയാളുടെ ഭാര്യയാണ് വിളിച്ചിട്ട് പറഞ്ഞത്, ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഭർത്താവ് പൊട്ടിത്തെറിക്കും, എന്നാൽ ഇവർക്ക് പൈസയും വേണം. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് വന്നൊരു കേസാണ്. അവസാനം പ്രാർത്ഥിച്ചും പിടിച്ചും 25 ലക്ഷം രൂപ കൊടുത്തു. ബാക്കി 25-ൻ്റെ പിന്നെ എന്തായെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പല കേസുകളും വരും. അതുപോലെ തന്നെ തിരക്താഭിഷേക ധ്യാനത്തിന് ഈ അടുത്ത് ക്ലാസ്സും കഴിഞ്ഞ് കൗൺസിലിങ്ങിന് വേണ്ടി ഇരുന്നപ്പോൾ ഒരു കർഷകൻ രക്തക്കണ്ണീരാ വന്നതെന്ന് പറയും. ആ മനുഷ്യൻ പറഞ്ഞ സങ്കടം ഇതാണ്. കൂട്ടുകാരൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇയാളുടെ വീടിൻ്റെ ആധാരം കൊടുത്തു. അപ്പം എന്ന് വെച്ചാൽ അയാൾക്ക് വീട് സ്ഥലമില്ല, അയാൾക്ക് വീട് സ്ഥലമുണ്ട്. അത്രയ്ക്ക് ശുദ്ധ മനുഷ്യൻ. ഇപ്പം ഇയാൾക്ക് 2 പെൺമക്കളാണ്. 2 പെൺമക്കളൊപ്പം കെട്ടിക്കാൻ പാകത്തിനായി നിൽക്കുന്നു. പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത് അയാൾ ഇന്ന് വരെ ഒന്നും അടച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പോയി പറഞ്ഞൊക്കെ നോക്കി പറഞ്ഞിട്ട് അപ്പോഴാണ് അറിയുന്നത് പല ആൾക്കാരോട് ഇതുപോലെ കടം മേടിച്ചിട്ടുണ്ട്. രക്തക്കണ്ണീരാ വന്നതെന്ന്, കരയുന്നില്ല എന്നേ ഉള്ളൂ. കരിങ്കല്ല് പോലെ ഇരിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ. വിശ്വസിച്ചവരെ വഞ്ചിക്കരുതെന്ന് പറയില്ല. പക്ഷേ ഇതുപോലെ വഞ്ചിക്കപ്പെടുന്ന ഒരാളെ അല്ല, പലരെയും വഞ്ചിച്ചിരിക്കുന്നു. ഒരു അമ്മ വന്നത് ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോഴല്ല വരേണ്ടത്, ആദ്യമേ വന്നിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ. കാരണം ഇതുപോലെ പല കേസുകളും വരാറും വിളിക്കാറുണ്ട്. 17 ലക്ഷം രൂപ കൂട്ടുകാരിയുടെ പരിചയക്കാർക്ക് ബാങ്ക് ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഒന്നാമത്തെ ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നവനും മേടിക്കുന്നവനും പിടിക്കപ്പെടും. നിയമാനുസൃതമല്ല. അപ്പോൾ ബാങ്കിങ് ആക്റ്റിൽ റെഗുലേഷൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നതല്ല ഈ വട്ടി പലിശയും ഇതെല്ലാം. അങ്ങനെ 17 ലക്ഷം രൂപ മകൾ ഗൾഫിൽ കിടന്ന് ജോലിയെടുത്ത കാശാണ് അവരുടെ കയ്യിലായിരിക്കുന്നത്. 10 പൈസ തിരിച്ച് കിട്ടിയിട്ടില്ല. 1-2 മാസം കറക്റ്റായിട്ട് പലിശ വേറെ ആൾക്കൊന്നും പറഞ്ഞ് മേടിച്ചു കൊടുത്തിരിക്കുന്ന ഈ സ്ത്രീ കൊടുത്തു. പിന്നെ അത് തന്നെ ഭർത്താവ് അറിയാതെ, ഭർത്താവ് ഗൾഫിൽ പോയേക്കനെയാണ്. ഇതുപോലെ എവിടെയും ദയ കാണിക്കുന്ന തരത്തിലുള്ള സ്വഭാവം, ഭയങ്കര പ്രാർത്ഥനയും കാര്യമായിട്ട് നടക്കുന്ന ചേച്ചി വഞ്ചിക്കപ്പെട്ട 100 പവനോളം സ്വർണം, ഇത്രയും നാളത്തെ സമ്പാദ്യങ്ങൾ. ഇതാ ഭർത്താവ് ഈ കൊല്ലം വരാൻ പോയപ്പോൾ പറഞ്ഞു, വരല്ലേ, അടുത്ത കൊല്ലം വന്നാൽ മതി. എന്തിനാ? അടുത്ത കൊല്ലം ഒരുമിച്ച് വന്നാൽ മതി. അടുത്ത കൊല്ലവും വരാറായി. കാരണം 2 കൊല്ലമായി നാട്ടിൽ വന്നിട്ട്. പക്ഷേ ഈ സ്വർണം തിരിച്ചു കിട്ടിയിട്ട് ഭർത്താവിനെ വരുത്താമെന്ന് ഓർത്തിട്ടാണ്. കഴിഞ്ഞ ദിവസം ആരോ കരഞ്ഞു വിളിച്ച് ഇതുപോലെ യൂട്യൂബിലൂടെ വചനം കേട്ടിട്ട് വിളിച്ച് പറഞ്ഞ ഒരു കാര്യം ഇതാണ്. അനിയത്തിയുടെ സ്വർണവുമെല്ലാം അവിടെ ഭർത്താവ് അറിയാതെ ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടി കടം മേടിച്ചിട്ട്, ഇപ്പം അനിയത്തിയുടെ ഭർത്താവ് സ്വർണം ചോദിക്കാൻ അയാൾക്കൊന്നിനും വേണ്ടിയല്ല, ഇവളുടെ സ്വർണം അന്വേഷിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ ഉണ്ട്. ഈ കൊടുത്തവരാണെങ്കിൽ, സ്വീകരിച്ചവരാണെങ്കിൽ വിദേശത്ത് പോയിട്ട് പറഞ്ഞ പോലെയുള്ള പ്രമാദമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയും കാണാറുണ്ട്. പോയി കഴിയുമ്പോൾ വേറെ കാര്യങ്ങളും വേറെ ആൾക്കാരുടെ തീർക്കാനും വീട് മോളിൽ പണിയാനും കാറ് മാറ്റി മേടിക്കാനും അതിനുള്ള പത്രാസ് അത് പിന്നെ കൊടുത്താൽ മതി, അവർക്ക് എന്തിനാ അത്യാവശ്യം. അങ്ങനെയും വിട്ട് കഷ്ടപ്പെടുത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ വചനത്തിൽ പറയുന്നത് വാക്ക് പാലിച്ച് അയൽക്കാരനോട് വിശ്വസ്തത കാണിക്കുക. അങ്ങനെ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് കാര്യം തീർക്കുന്നതിന് മുമ്പ് ആദ്യം കൊടുക്കേണ്ടത് അയൽക്കാരന് കൊടുക്കാനുള്ളത് കൊടുക്കണം. ആപത്ത് കാലഘട്ടത്തിൽ സഹായിച്ചതല്ലേ. അപ്പോൾ പറയും, നമുക്ക് വലിയ കഥയൊക്കെ പറയാനുണ്ട്, ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്, ഇവർക്ക് കൊടുത്തിട്ടുണ്ട്, അവർ മേടിച്ചിട്ടുണ്ട്, ഇവർ മേടിച്ചിട്ടുണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കൂട്ടിക്കുഴക്കണ്ട. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിശ്വസ്തത പാലിക്കാം. നമുക്ക് വിവേകമില്ലാതെ പെരുമാറിയെന്നും പറഞ്ഞിട്ട് എല്ലാവരും അതുപോലെ കാണിക്കണം. അപ്പോൾ മറ്റുള്ളവരെ വെറുപ്പിക്കരുത്. അവർക്ക് സ്വസ്ഥത ഇല്ലാതാവുമ്പോൾ അതിൻ്റെ ആ നെഗറ്റീവ് എനർജി നമ്മളെ പലതരത്തിൽ അലട്ടിക്കൊണ്ടിരിക്കും. ആർക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുകയും ഓടുകയും ചെയ്യുന്നു, അവർക്ക് പോലും മറ്റു തരത്തിൽ ഒത്തിരി അസ്വസ്ഥതകൾ. അപ്പോൾ നീ വാക്ക് പാലിച്ച അയൽക്കാരനോട് വിശ്വസ്തത പാലിച്ച വചനം പറയുന്ന ഇതാണ്, നിൻ്റെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിറവേറും.
അല്ലാതെ നമ്മുടെ മുഴുവൻ കഴിഞ്ഞിട്ടല്ല അവർക്ക് കൊടുക്കേണ്ടത്. അവരുടെ ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ വിഷമവും വേദനയും കണ്ട് അവർ തന്നത്. ഇങ്ങനെ കടം കൊടുത്തവരെ ശപിക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്. ഇത് ആർക്കാ തെറ്റുപറ്റിയെന്ന് നമ്മൾ ഓർക്കും. കടം കൊടുത്ത് സഹായിച്ചവരെ പൈസയും തിരിച്ചു കൊടുക്കുന്നില്ല, അവസാനം അവരെ ശപിക്കുന്ന അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥകൾ. വീണ് കിട്ടിയ നിധി പോലെ കടത്തെ കരുതുന്ന വളരെ പേരുണ്ട്. പ്രഭാഷകൻ 29:4 കേട്ടോ, മുകളിൽ 2 മുതലാണ് വായിച്ചു തുടങ്ങിയത്. വീണ് കിട്ടുന്ന നിധി പോലെ കടത്തെ കരുതുന്ന വളരെ പേരുണ്ട്. അവർ തങ്ങളെ സഹായിക്കുന്നവർക്ക് ഉപദ്രവം വരുത്തും. അവരുടെ അവകാശമാണ്, അല്ലെങ്കിൽ അവൻ്റെയൊക്കെ കുറേ ഉണ്ട്, പിന്നെ ഇതൊന്നും കിട്ടിയിട്ട് വേണ്ടത്, അത് നമ്മളറിയേണ്ട കാര്യമുണ്ടാ. അങ്ങനെ കുതികാല് വെട്ടുന്നവരും ഉണ്ട്. എന്നോട് ഗൾഫിൽ നിന്ന് ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കടത്തെക്കുറിച്ചുള്ള ഒരു വിഷയം ഒന്ന് പ്രസംഗിച്ച് ഇട്ട് തരാമോ, ഒരു 10-15 മിനിറ്റ്. അപ്പോൾ അത്യാവശ്യമാണ് ബ്രദറെ, പ്ലീസ് ഉപേക്ഷിക്കരുത്. എൻ്റെ ഭാര്യയുടെ കൂടെ പഠിച്ച ഒരാളും കൂടെയാണ്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞു, എനിക്ക് സമാധാനം. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഇതാണ്, എൻ്റെ പൈസയും പോയി, ഞാൻ ഗൾഫിലും കൊണ്ടുവന്നു, കടം മേടിച്ചതും തന്നില്ല, ഞാൻ പൈസ ചിലവാക്കി കൊണ്ടുവരികയും ചെയ്തു, എനിക്കങ്ങനെ ഒരുപാട് ലക്ഷം രൂപ തരാനുണ്ട്. അതിന് പകരം ഇപ്പോൾ അവൻ ഗതി പിടിച്ചപ്പോൾ എന്നെ തരാനുള്ളതും തരുന്നില്ല, അതിന് പകരം എന്നെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥ. അപ്പോൾ 2 കൊടുക്കാൻ നിവൃത്തിയില്ല, ഇവിടുത്തെ നിയമങ്ങൾ അതിനെതിരെ. അതിന് പകരം അവനും ഒരു ക്രിസ്ത്യാനിയാണ്. ഈ വചനം ഒന്ന് ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് സമാധാനമായി. പൈസ തന്നോ തന്നില്ല എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞു, കൊള്ളാല ആള്, നല്ല അച്ചട്ടായിട്ട് ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അവൻ കിടന്നുറങ്ങൂലെന്ന് പറഞ്ഞത് ഓർക്കുകയാണ്. അപ്പോൾ എന്നോട് ചിലരൊക്കെ വിളിച്ചിട്ട് പറയും, ബ്രദറെ ആ സ്ഥലത്ത് കൊടുക്കാണ്ട്, ഈ സ്ഥലത്ത് കൊടുക്കാണ്ട്, വേറെ സ്ഥലത്ത് കൊടുക്കാറുണ്ട്, ആ പലിശക്കാരന് കൊടുക്കാണ്ട്, സ്വർണ്ണം എടുത്ത് കൊടുക്കാനുണ്ട്, ബ്രദർ പ്രാർത്ഥിക്കുക. ഞാൻ ചിലരോടൊക്കെ പറയും, പ്ലീസ് ഞാൻ പ്രാർത്ഥിക്കില്ല. കടം കിട്ടാൻ വേണ്ടി പറയുന്നവരുണ്ട്, സങ്കടമുണ്ട്, സഹതാപമുണ്ട്. അധ്വാനിച്ച് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കാനാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കടം മേടിച്ച് പണക്കാരനാകാനല്ല. നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാത്തവന് എന്ത് കിട്ടിയിട്ടും വല്ല കാര്യമുണ്ട്. അതുകൊണ്ട് അവരവരുടെ കയ്യിലുള്ളത് വെച്ച് പെരുമാറുക. മനുഷ്യനാണ് പിന്നെ തീരെ നിവൃത്തിയില്ലാതെയൊക്കെ വരുമ്പോൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് വാക്ക് പാലിക്കുക. ഇത് അവിടെ നിന്ന് മേടിച്ച്, അടുത്ത സ്ഥലത്തുനിന്ന് മേടിച്ച്, വേറെ സ്ഥലത്തുനിന്ന് മേടിച്ച്, ഈ വയറ്റിലൊക്കെ അടുത്തുനിന്ന് ഒരു കുടുംബം ഇതുപോലെ വിവേകപൂർവമായ തീരുമാനം എടുക്കാനാണ് 3-4 സ്ഥലത്തായിട്ട് ഇങ്ങനെ കടം കിടക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പ്രധാന കടം എവിടെയാണ്? സൊസൈറ്റിയിൽ കടമുണ്ട്, പക്ഷേ അത് ചെറിയ അടക്കാവുന്ന തുകയുള്ളൂ. മറ്റെല്ലാം ബ്ലേഡ് പലിശക്ക് 8-നും 10-നും. ഇതൊന്നും ഗവൺമെൻറ് നിരോധിച്ചേക്കണേ, പാടില്ലെന്ന് പറഞ്ഞാലും ഇതെടുക്കുന്നവരുമുണ്ട്, ഇപ്പോഴും ആർത്തി മൂത്ത് ഇങ്ങനെ കൊടുക്കുന്നവരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇതെല്ലാം നമുക്കൊരു കാര്യം ചെയ്യാം. ഭാര്യയും ഭർത്താവിനെ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ സൊസൈറ്റിയിലെ ഒന്ന് പുതുക്കി കിട്ടുമോ? അതും മുടങ്ങിക്കിടക്കുന്നതുകൊണ്ട് അവർ തരത്തില്ല. ഞാൻ പറഞ്ഞു, ഇന്ന രീതിയിൽ ചെയ്യുക, എൻ്റെ ബോർഡ് മെമ്പർമാരെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് ഇന്ന രീതിയിൽ ചെയ്യും. ഒന്ന് ഒപ്പിച്ച് വരുമ്പോൾ ഒന്ന് വെക്കുന്നില്ല. അപ്പോൾ ഈ വട്ടിപ്പലിശക്ക് എടുത്ത തുകയുണ്ടെങ്കിൽ ഇതെല്ലാം, അതിനടക്കുന്ന തുകയുണ്ടെങ്കിൽ ഇതെല്ലാം അടച്ചു തീർക്കാം. അങ്ങനെ സൊസൈറ്റിയിൽ പോയി പലതവണ പോയി ബോർഡ് മെമ്പർമാരെയൊക്കെ കണ്ട് ഒറ്റക്കടമാക്കി എല്ലാം കൂടി. ഞാൻ പറഞ്ഞു, ഇനിയും മേലിലെടുക്കരുത്. വന്ന് സാക്ഷ്യപ്പെടുത്തുകയൊക്കെ ചെയ്തു. വലിയ സമാധാനമായി. കാരണം ലോൺ അടക്കാത്തവർക്ക് പുതുക്കി കൊടുക്കാൻ പറ്റത്തില്ല, എന്നാലും അവർ ദയവ് കാണിച്ച് എല്ലാം കൂടെ ഒറ്റക്കടമാക്കി കൊടുത്തു. ഭാര്യയും ഭർത്താവും മോനും കൂടെ കുറച്ച് ദിവസമെങ്കിലും വചനം കേൾക്കാനായിട്ട് വരുമായിരുന്നു. ഭിന്ന വിവരമൊന്നും അറിയുന്നില്ല. പക്ഷേ ചിലർക്ക് ഇതൊരു തഴക്കദോഷമാണ്. കടം മേടിച്ച് വീട് പണിയുക, കടം മേടിച്ച് കാറ് മേടിക്കുക, കടം നിൽക്കുമ്പോൾ തന്നെ വീണ്ടും കാറ് മാറ്റിയെടുക്കുക, ഒരു ദിവസം ഇട്ട ഡ്രസ്സ് പിന്നത്തെ പ്രാവശ്യം ഇടില്ല, പിന്നെ ആളുകൾ എന്ത് വിചാരിക്കുന്നു, ആവശ്യങ്ങൾ വിളിച്ചാൽ എല്ലാവരും കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും മേലെ തുക കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് ആവശ്യമില്ലെങ്കിലും 2ാമത്തെ നിലയും കൂടെ പണിതെടുക്കുക. ആകെ അച്ഛനും അമ്മയും 2 കൊച്ചുള്ളൂ, അവർക്ക് താഴെ സൗകര്യമുണ്ട്. എന്നാൽ ഇന്നലെ എൻ്റെ ഭാര്യ ഒരു പാർട്ടിനോട് ചോദിക്കുന്നത് കേട്ടു, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ചോദിച്ചു, ഒരു വശം വാടക കൊടുക്കാൻ പോലെ ആര് എന്ത്, അതായത് ആളെ കൊല്ലണ പോലെ. അങ്ങനെയൊക്കെ നമുക്ക് അധികമായിട്ട് ഡെഡ് മണിയായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പല കടങ്ങളും തീർക്കാൻ പാടുപെടുകയാണ്. കെട്ടിടം പണിത് കൂട്ടിയിട്ട്, അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ സൗകര്യങ്ങളുണ്ട്. അത് ചിലർ പേയിങ് ഗസ്റ്റായിട്ട്, നല്ല സാമ്പത്തികമുള്ള ഒരു വ്യക്തിയായിട്ട് അല്പം മുമ്പ് കടയിൽ പോയപ്പോൾ ഞാൻ സംസാരിക്കാനുണ്ട്. ആ കടക്കാരൻ തന്നെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞതാണ്, ഇങ്ങനെ കുറച്ച് പേർക്ക് പേയിങ് ഗസ്റ്റായിട്ട് വാടക കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വരുമാനമുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, ക്യാമറയും എല്ലാം വെച്ചിട്ടുണ്ട്. 6 പേര് വാടകയ്ക്ക് എടുത്തിട്ട് രാത്രി
രാത്രിയാകുമ്പോൾ 10 പേര് വന്ന് രഹസ്യമായിട്ട് കയറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ക്യാമറയിൽ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പുറകോട്ടുള്ള 8 ദിവസം കൂടെ കണ്ടുപിടിച്ചു. അപ്പോൾ 6 പേർക്ക് പകരം 6ഉം 8ഉം 14 പേര് രാത്രി വന്ന് താമസിച്ചിരുന്നു. അത് 8ഉം പിടിച്ച് അതിൻ്റെ പൈസ തീർത്ത് മേടിച്ച് കള്ളത്തരം ചെയ്ത ആൾക്കാരെയൊക്കെ മാറ്റി. അപ്പോൾ കണ്ണിൽ എണ്ണ ഒഴിച്ച പോലെ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കുകയും വേണം. അല്ലാതെ നമ്മുടെ മുതൽ മുടക്കി എന്നും പറഞ്ഞിട്ട് മറ്റുള്ളവർ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വരും എന്നുള്ള വിചാരമൊക്കെ മാറിയൊക്കെ. കർത്താവിൻ്റെ കൂടെ നടന്നവനാ കർത്താവിനെ ഒറ്റിക്കൊടുത്തത്, എന്തോരം പ്രാർത്ഥിച്ചിട്ടാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇവിടെ പരീക്ഷണങ്ങളും ഭാഗ്യപരീക്ഷണങ്ങളും സഹനങ്ങളൊക്കെ ഉണ്ടാകും. ആരും നമ്മളെ നന്നാക്കാൻ വേണ്ടിയല്ല വരുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരൻ ശുശ്രൂഷകനായിരുന്നു. അദ്ദേഹം ഒരു കാറ് മേടിച്ചിട്ട് ബാങ്കിൽ പൈസ ഇട്ടിട്ട് അധികം പലിശയില്ലാത്തത് കൊണ്ട് അധികം ഇൻട്രസ്റ്റ് റേറ്റ് കുറവായതുകൊണ്ട് നിസ്സാരമല്ല കിട്ടുന്നുള്ളൂ. അപ്പോൾ വിചാരിച്ചു ഒരു വരുമാനമായി ഇടയ്ക്ക് നമുക്കും ആവശ്യമുള്ളപ്പോൾ കാറിന് പോകും. അദ്ദേഹം കാർ ഓടിക്കത്തില്ല. അപ്പോൾ ഡ്രൈവറെ വിളിച്ചാൽ കാറുമായിട്ട് വരുമല്ലോ. ടാക്സി ആയിട്ട് തന്നെ എടുത്തത്. അപ്പോൾ പലരും പറഞ്ഞു കള്ള ടാക്സി ആക്കി. ഇതെല്ലാം പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും, നേരെ വാ നേരെ പോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട, നേരെ വാ നേരെ പോ. ഇയാൾ ഈ കാർ ഓടിക്കാൻ പോകും. പക്ഷേ ഇയാൾ കാറ് ഓട്ടം മുതലാളി അന്വേഷിക്കുന്ന സമയത്തൊന്നും ഇയാൾ കാണത്തില്ല. എന്നാൽ മിക്ക ദിവസവും ഓട്ടോ ഇല്ല, വാടക പോലും കൊടുക്കാത്ത അവസ്ഥ. അവസാനം പരിശോധിച്ചപ്പോഴാണ് കാണുന്നത് ഇതിൻ്റെ മീറ്റർ വയറ് വെടിയിച്ചിട്ട് അതിലെന്തോ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ടാണ് വണ്ടിക്ക് ഓട്ടം കുറവാണെന്ന് മുതലാളി. വണ്ടിയുടെ പണിക്ക് എഞ്ചിൻ പണി വരെ വന്നു, ടയറുകളൊക്കെ മാറി. ഇതാ മുതലാളി മേടിച്ചിട്ട കാറ് കൊണ്ട് തൊഴിലാളി കാശുണ്ടാക്കിക്കൊണ്ടിരുന്നു. പിടിക്കപ്പെട്ടപ്പോൾ അവനെ പുറത്താക്കാനല്ലാതെ വേറെ ഒന്നിൻ്റെയും പുറകെ ഇയാൾ പോയില്ല, സഹിക്കുക തന്നെ. അപ്പോൾ നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴും അതിന് പിന്നിൽ പല ചതിയും വഞ്ചന അറിയില്ല എന്ന് മനസ്സിലാകുമ്പോൾ. ഞാൻ ഓർക്കുകയാണ്, എനിക്ക് കുറച്ച് വർഷം മുമ്പ് ഒരു ഒമിനി വാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒമിനി വാനിന് ചെറിയ പൊട്ടലും ചീറ്റലും ഇങ്ങനെ പടക്കം പോകുന്ന പോലെ ഇടക്കിടക്ക് പൊട്ടുക. അപ്പോൾ ഭാര്യയും മക്കൾക്കൊക്കെ സങ്കടമുണ്ട്, ചിരിയുമുണ്ട്, ഇതൊന്ന് കൊണ്ട് ശരിയാക്കുന്നത്. അതിങ്ങനെ കൂടി വന്നു. അങ്ങനത്തെ ഇതായപ്പോൾ പിന്നെ സ്റ്റാർട്ടിങ്ങിന് ഒരു ബുദ്ധിമുട്ട്. പണിക്ക് വേണ്ടി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു പ്രത്യേക ആ സംഗതി കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട 1-2 സാധനങ്ങൾ മാറണം. അതിന് പകരം കാണിക്കുന്നിടത്ത് മുഴുവൻ എഞ്ചിൻ പണിയണം എന്നുള്ള തിരക്കാണ്. പക്ഷേ ഞാൻ എഞ്ചിൻ റീബിൽഡിങ് ഫീൽഡിൽ ജോലി എടുത്തിട്ടുള്ളത് കൊണ്ട് ഇതിന് മുന്നിൽ നല്ല ഈ എഞ്ചിൻ റീബിൽഡിങ്ങിന് വേണ്ടി കൊണ്ടുവരുന്ന വർക്ക്ഷോപ്പുകാർക്ക് നല്ല കമ്മീഷനും ഓഫറുകളും ഒക്കെ ഉള്ളതുകൊണ്ട് വണ്ടി പണിയുന്നതിനേക്കാൾ കൂടുതൽ കാശ് കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് എഞ്ചിൻ പണിയണം. അതുപോലെ ബാറ്ററി മാറ്റണം. ഒരു ബാറ്ററി കടക്കാരൻ വന്നാൽ 2 വീടും കടയും എല്ലാം ഉണ്ടായിരുന്നു. 2 വീടും പോയി കടയും പോയി പിന്നെ ധ്യാനത്തിന് ആളെ കൊണ്ടുപോകും, വണ്ടി പിടിച്ചിട്ട് കൊണ്ടുപോകുന്ന പരിപാടി എല്ലാം നടത്തിയിട്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ചോദിച്ചു. അപ്പോൾ നേരെ വാ ഇടപാടുകളല്ലായിരുന്നു അത്. സ്ത്രീകളും അല്ലെങ്കിൽ അധികം ഈ ബാറ്ററിനെ കുറിച്ചൊന്നും പരിചയമില്ലാത്തവർ വരുമ്പോൾ ബാറ്ററി ഡാമേജായി സെല്ല് പോയി അടിച്ചു പോയി എന്നും പറഞ്ഞ് അത് മാറ്റിച്ചിട്ട് അതിന് നിസ്സാര കാശ് കൊടുക്കും, പുതിയ ബാറ്ററി മേടിപ്പിക്കും. ചിലപ്പോൾ അധികം നാൾ പോലും ആയിട്ടില്ല. അങ്ങനെ ഞാനിപ്പോൾ ഒരു മേഖല മാത്രമല്ല, ഇതുപോലെ ഇറച്ചിക്കാരനോട് സംസാരിച്ചപ്പോഴും മക്കളൊക്കെ വലിയ ലെവലിലായി. പക്ഷേ ഓപ്പറേഷൻ ചെയ്തു മതിയായി. ഇറച്ചി ബിസിനസ്സിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകൾ പുറത്തു വന്നു. അപ്പോൾ ഏത് മേഖലയിലായാലും ജീവിക്കാൻ വേണ്ടിയല്ലേ എന്ന് പറയും. കക്കാൻ പോണവനും പറയും ജീവിക്കാൻ വേണ്ടിയല്ലേ എന്ന്. അപ്പോൾ അവനും പ്രാർത്ഥിച്ചിട്ടാ പോണം പിടിക്കപ്പെടാതിരിക്കാൻ. അതുകൊണ്ട് ദൈവഹിതമല്ലാത്ത വ്യാപാരത്തിൽ നിഷ്കൺമഷനും ന്യായം മാത്രം നോക്കുന്നവനും സത്യം തന്നെ പറയുന്നവനും എൻ കർത്താവേ ആരീ ഭൂവിൽ. അപ്പോൾ ബിസിനസ്സാണ് അത്, ഞങ്ങളുടെ ബിസിനസ്സാണ്. അതായത് ഒരു SI എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഒരു ബന്ധമില്ലാത്ത പ്രാർത്ഥന, ജീവിതവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഭയങ്കര ആത്മീയതയും അനുഷ്ഠാനവും ഉടമ്പടിയും ആചാരവും കൂദാശയും പ്രാർത്ഥനയും വണക്കമാസവും എല്ലാം ജപമാലയും എല്ലാം ഇതൊന്നും മോശമായതുകൊണ്ടല്ല. ഇപ്പുറത്തെ വസ്തു കൂടെ ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ എന്തനീതി കാണിച്ചിട്ടും ഒന്ന് പിന്നെ സർക്കാരിനെ വെട്ടിക്കാൻ, അതുപോലെ അവിഹിതമായ വരുമാനം ഉണ്ടാക്കാൻ. ഇന്നാൾ ഒരു കൈക്കൂലിക്കാരനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ പത്രത്തിലൊക്കെ വന്ന ഫ്രണ്ട് പേജിൽ അയാൾ കിടക്കുന്ന മുറിയിൽ പോലും ഒരു ഫാൻ പോലും ഇല്ല, അത്രക്ക് പിശുക്കൻ. പക്ഷേ ലക്ഷക്കണക്കിന് രൂപയാണ് ഇതുപോലെ ഉണ്ടാക്കി വെച്ചത്, പിടിച്ചത്. ആർക്ക് വേണ്ടിയാ? ജോലിയും പോയി, പൈസ പിടിച്ചതും പോയി. ഇനി ഗോതമ്പുണ്ട എന്ന് പറയുന്നത് പോലെ ജയിലിലൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. ഇന്നിപ്പോൾ കോടതിയുടെ ഇടപെടലുണ്ട്. ജയിലിൽ വിട്ടുവീഴ്ച ചെയ്ത് ഇളവ് ചെയ്ത് വിടേണ്ടവരെയൊക്കെ കുറച്ചൊക്കെ വിട്ടേക്കാനുള്ള കാര്യങ്ങൾ. കാരണം ജയിലുകളൊക്കെ തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുന്നു, കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഇതുപോലെ നോക്കിയപ്പോൾ ഞാൻ പേരാ നോക്കിയത്, മയക്കുമരുന്ന് പിടിച്ച്. ഇപ്പോൾ 2 ക്രിസ്ത്യാനികളാണ്, ഭാര്യയും ഭർത്താവും 2 ക്രിസ്ത്യാനികളാണ്. അതാണ് എനിക്ക് സങ്കടം തോന്നിയത്.
അപ്പോൾ മനുഷ്യൻ എന്തും ചെയ്യും, എങ്ങനെയും ചെയ്യും. അല്ലെങ്കിൽ ഒരു തവണ പിടിക്കപ്പെട്ടില്ല എന്ന് കരുതി പിന്നെയും ചെയ്യുന്ന അവസ്ഥ. ഇതുപോലെ തന്നെയാണ് കടം മേടിച്ചിട്ട് മറ്റുള്ളവരെ കുഴിയിലിറക്കുന്ന അവസ്ഥ. ഒരു അമ്മയും മോളും കൂടെ വന്നത് ഓർക്കുകയാണ്. അവരുടെ ഭർത്താവ് ഒരു കേന്ദ്ര ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു. വാഹനാപകടത്തിൽ മരിച്ചു. മദ്യപിച്ചിട്ടുണ്ടായതുകൊണ്ട് ഇൻഷുറൻസ് കിട്ടിയില്ല. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട് കേട്ടോ. മെഡിക്കൽ ക്ലെയിം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മദ്യം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ വരുന്ന രോഗം ഇതുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ കമ്പനി ക്ലെയിം നിരസിക്കും. ഡോക്ടറിൻ്റെ റിപ്പോർട്ടിന്മേൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗമോ അല്ലെങ്കിൽ അതുമൂലമുള്ള ലിവർ സിറോസിസോ അല്ലെങ്കിൽ മറ്റു രോഗങ്ങളോ ആണെങ്കിൽ നമ്മൾ കാശ് മുടക്കിയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കേസിന് പോയാൽ പോലും കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ഈ മനുഷ്യൻ ഇയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മദ്യപിച്ചിരുന്നതായിട്ട് വന്നു, വാഹനാപകടത്തിൽ മരിച്ചതാണ്. അപ്പോൾ ജോലി സ്ഥലത്തു നിന്ന് ഒരുപാട് കിട്ടാണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അവസാനം അറിയുന്നത് കുടിക്കാൻ കിട്ടാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി ജാമ്യം നിന്ന് ഒന്നും കിട്ടാനില്ല. ഇപ്പോൾ 100-300 രൂപയാണ് ഈ സ്ത്രീക്കും മകൾക്കും കൂടെ ഭർത്താവിൻ്റെ വകയായിട്ട് അയാൾക്കടെ അവശേഷിക്കുന്നതിൽ നിന്ന് പെൻഷൻ തുകയായിട്ട് കിട്ടുന്നത്. മകളാണെങ്കിൽ കല്യാണപ്രായമായി, ഒരേ ഒരു മോളേ ഉള്ളൂ. നല്ല രാജകുടുംബത്തിലെ പോലെ ജീവിക്കേണ്ട സമയത്താണ് അപ്പനും മരിച്ചുപോയി. മകളുടെ അവസ്ഥ ഇങ്ങനെ. ഇനി പകരം ജോലി കിട്ടാനാണെങ്കിൽ അതിനൊക്കെ എന്തൊക്കെയോ കുരുക്കുകളും പ്രശ്നങ്ങളുമായിട്ടുള്ള അവസ്ഥ. ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ പലരും വരാറുണ്ട്. അപ്പോൾ വന്നു കയറുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ അനാവശ്യമായിട്ട് ഒരുപാട് പേർക്ക് ജാമ്യവും കടവും എല്ലാം നിന്നതുകൊണ്ട് ഇയാൾക്കടെ ഇതിൽ നിന്ന് എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കിട്ടാനില്ല. എല്ലാം കുടിച്ച് 4 കാലയിൽ നടക്കുന്നതും ഉത്തരവാദിത്വം ഇല്ലാത്തവർക്ക് വേണ്ടിയൊക്കെയാണ് കടങ്ങളൊക്കെ എടുത്തു കൊടുത്തതും ജാമ്യം നിന്നതും. കുടുംബം പാപ്പരായ, ആളും മരിച്ചുപോയി, കുടുംബം അവസാനം പാപ്പരായ അവസ്ഥ. അപ്പോൾ കടം വീട്ടാറാകുമ്പോൾ താമസിപ്പിക്കുകയും ആദ്യം മുതൽ തന്നെ വായിക്കാം. പ്രഭാഷണം 29:5 കടം കിട്ടുന്നത് വരെ അയൽക്കാരൻ്റെ കൈ ചുംബിക്കും. പൊന്നാണ്, പാലാണ്, തേനാണ്, സാറാണ്, അന്തോണി ഇച്ചനാണ്, എന്തൊക്കെ പറയും, അന്തോണി ചേട്ടനാണ്, മാഷാണ്, എല്ലാമാണ്. ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കില്ല, എല്ലാം ചെയ്യും. കൈ ഒരു മനസ്സിലാകാനൊരു പേര് ഉപയോഗിച്ചെന്നുള്ളൂ. അവൻ കൈ ചുംബിക്കുകയും അവൻ്റെ ധനത്തെ പറ്റി പുകഴ്ത്തുകയും പറയുകയും ചെയ്യുന്നവരുണ്ട്. പക്ഷെ കടം വീട്ടാറാകുമ്പോൾ താമസിപ്പിക്കുകയും നിരർത്ഥകമായ വാഗ്ദാനം നൽകുകയും സമയം പോരെന്ന് പരാതി പറയുകയും ചെയ്യുന്നു. എന്ത് കഷ്ടമാണ്, നിങ്ങൾ മേടിച്ചല്ലേ ഉള്ളു, ഞങ്ങൾ ഇവിടം വിട്ടൊന്നും പോകാൻ പോകുന്നില്ല. പണ്ട് ഞങ്ങൾക്ക് പലചരക്കട ഉണ്ടായിരുന്നു 9 വർഷം. എല്ലാ വഴികളും അടഞ്ഞ സമയത്ത് വീട്ടിൽ തന്നെ അമ്മക്കൊരു ചെറിയ പലചരക്കട. അതുകൊണ്ട് ഞങ്ങൾ 9 വർഷം ജീവിച്ചു. കഷ്ടപ്പെട്ടാൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുന്നേ. ഒന്നും ശരിയാകാൻ പോകുന്നില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നൊക്കെ നമ്മൾ പറയും. നമുക്ക് കഷ്ടപ്പെട്ടാൽ കണ്ടെത്താൻ ഒരുപാട് വഴികളുണ്ട്. ഇഡലി ഉണ്ടാക്കി വിൽക്കുന്നവരുണ്ട്, ഇടിയപ്പം ഉണ്ടാക്കി വിൽക്കുന്നവരുണ്ട്, അപ്പം ഉണ്ടാക്കി വിൽക്കുന്നവരുണ്ട്, ഉണ്ണിയപ്പം ഉണ്ടാക്കി വിൽക്കുന്നവരുണ്ട്. നമ്മുടെ സ്നേഹവിരുന്നിന് വേണ്ടിയൊക്കെ പോയിട്ട് ഉണ്ണിയപ്പം മേടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ, പാചകങ്ങൾ ചെയ്ത് ഭക്ഷണങ്ങൾ സെയിൽ ചെയ്യുന്നവരുണ്ട്. ഈ സ്വിഗ്ഗിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഈ പാർട്ട്ണർഷിപ്പിന് പോകുന്ന പരിപാടി ആദ്യം നിർത്തണം. അവരവർക്ക് അറിയാവുന്ന കാര്യം അവരവർ തന്നെ ചെയ്യുക. അവരവർ രക്ഷിക്കാൻ നോക്കിയാൽ വല്ലവരും രക്ഷപ്പെടുത്തു എന്ന് വിചാരിച്ചിട്ട് വല്ല കാര്യമുണ്ട്. എന്തെല്ലാം പരിപാടികളുണ്ടെന്നറിയാമോ? പറയുമ്പോൾ പറയും, അയ്യോ എന്ത് ചെയ്യാനാണ്, ഈ കാലത്ത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എല്ലാം പോയി എന്നും പറയും. അവിടെ ഇരിക്കുകയുള്ളൂ. ആൾക്കാർ കൊതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ കൊച്ചി, എറണാകുളം പോലുള്ള സ്ഥലങ്ങളിൽ മെട്രോ നഗരം കൂടെ ആയപ്പോഴത്തേക്കും കഷ്ടപ്പെടാൻ തയ്യാറില്ലാത്തവരൊക്കെ വിറ്റ് പെറുക്കിയും കടവും ജപ്തിയായിട്ട് കുഗ്രാമങ്ങളിലേക്കും അവികസിതമായ മേഖലകളിലേക്കും വാടകയ്ക്കും എല്ലാം പോയിക്കും. അതുപോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. എന്നാൽ ബുദ്ധി ഉപയോഗിച്ച് കഠിന പരിശ്രമം നടത്തുന്നവർ രാവും പകലും. ഇപ്പം എൻ്റെ വീട്ടിലോട്ട് വരുന്ന വഴി ഈ റോട്ടിൽ തന്നെ പല പ്രാവശ്യം പലരും കടകൾ ഇട്ടിട്ട് വിജയിക്കാത്ത ഒരു കൊച്ചു കട. ഇപ്പോൾ അവിടെ ഒരു തമിഴ് സഹോദരങ്ങൾ വന്നിട്ട് അവിടെ ചായയും വടയുടെയും പരിപാടി ആരംഭിച്ചു. പക്ഷെ അതുകൊണ്ട് മാത്രം അധികം ക്ലിക്കാവുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ രാവും പകലും 24 hour ഉണ്ടെന്ന് തോന്നുന്ന മക്കൾ പറയുന്നത് കേട്ടത്. അപ്പം ചെറിയ ഒരു വടയും ചായയായിട്ട് ആരംഭിച്ച സ്ഥലത്ത് ആളുകൾ ഇരുന്ന് ഇഡ്ഡലി കഴിക്കുന്നു. എണ്ണക്കടികൾ മാത്രം ആരംഭിച്ചതാണ്. പൊറോട്ടയും മുട്ടയും കഴിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്ന ഭക്ഷണത്തിൻ്റെ ക്ലാസ് അല്ല. ഇപ്പോൾ നല്ല ജംഗ്ഷനിലുള്ളതുപോലെ ഈ ഉൾഭാഗത്ത് ഇവിടെ അന്യനാട്ടുകാരാണ്. അവർ വന്ന്
കച്ചവടം. നമ്മുടെ ആൾക്കാർ പറയും എന്തിട്ടിട്ടും കാര്യമില്ല, ഇവിടെ ആര് വരാനാണെന്ന് പറയും. തേനുള്ള പൂവിൽ വണ്ട് വരും. ഇവിടെ പാലരട്ടം പള്ളിയുടെ അടുത്തേക്ക് പോകുന്ന വഴി വിൻസെൻ്റ് സ്കൂളിൻ്റെ അടുത്ത് ചിംതേരി റോഡ്, അവിടെ ഒരിക്കൽ എൻ്റെ ഭാര്യയാണ് കാണിച്ചു തരുന്നത് യൂട്യൂബിലുള്ള. അപ്പോൾ അതിലേക്ക് പോകാൻ വഴി പോലും ഇല്ല, പാർക്കിംഗ് പോലും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ആൾത്തിരക്ക് കൂടിയപ്പോൾ അടുത്തുള്ള ഒരു പറമ്പാണ് വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുകയാണ്. ആ കയറി ഇരിക്കാൻ പോലും ആളുകൾക്ക് സ്ഥലമില്ലാത്ത പോലെ. എന്നാൽ ഉള്ളതിൽ ഭക്ഷണം കഴിക്കാനും അപ്പവും ഫിഷ് മോളിയും അതൊക്കെ അവിടുത്തെ പ്രധാന വിഭവം. യൂട്യൂബിലൊക്കെ ഉണ്ട്, ബുദ്ധി പ്രയോഗിച്ച് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്ത് നല്ല ഭക്ഷണമാണെന്ന് കഴിച്ചവർക്ക് തോന്നി. പരസ്യം മാത്രം പോരാ, നല്ലതായിരിക്കണം. കഴിഞ്ഞ ദിവസം ആരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങളിവിടുത്തെ ഏറ്റവും വലിയ കാറ്ററിംഗുകാരായിരുന്നു, ഇപ്പം ഞങ്ങൾ പോയി ബാക്കിയല്ല. എന്തുകൊണ്ടാണ് ആളെ നിർത്തി പിന്നെ അന്യനാട്ടുകാരെയൊക്കെ നിർത്തി ചെയ്യിക്കുക? അവരവരുടെ നോട്ടം വേണ്ടിടത്ത് അവരവർ വേണം, ആരും നമ്മളെ നന്നാക്കാൻ വേണ്ടിയല്ല. അപ്പോൾ ആരോ കൂടോത്രം ചെയ്യുന്നും പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ തലയിലാണ് കൂടോത്രം ഇരിക്കുന്നത്. നമ്മുടെ തലയിൽ എന്തിരിക്കുന്നുവോ അതുപോലെ സംഭവിക്കും. നമ്മൾ കഠിനമായി കഷ്ടപ്പെട്ടാൽ പരിശ്രമിച്ചാൽ നമുക്ക് ജീവിക്കാനും രക്ഷപ്പെടാൻ സാധിക്കും. കാലം നീട്ടി ഇരുന്നിട്ട് എല്ലാം ഇങ്ങോട്ട് വന്നോന്ന് പറഞ്ഞാൽ ആ കാലഘട്ടമൊക്കെ പോയി. ഇപ്പം കുതിച്ചു പായുകയാണ്. മറ്റ് നാട്ടുകാർ പോലും നമ്മുടെ നാട്ടിലെ നിധി തിരിച്ചറിഞ്ഞ് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട്. കഴിഞ്ഞ ദിവസം ഒരു കൂലിപ്പണിക്കാരനോട് ചോദിച്ചു, എനിക്ക് പരിചയമുള്ള ആളാണ്, നാട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്ന് പോകും, എപ്പോൾ പോകും അങ്ങനെ. അപ്പോൾ പറഞ്ഞു തിരിച്ചുകൊണ്ട് പറഞ്ഞു ഫ്ലൈറ്റിനാണ് പോണതെന്ന് പറഞ്ഞ്. ഏത് കൂലിപ്പണിക്കാരനാണ്, ഒരു ഹിന്ദിക്കാരൻ പറഞ്ഞതാ. ഞാൻ ചോദിച്ചു ഒറ്റക്കാണോ? ഇല്ല, എൻ്റെ കൂട്ടുകാരനുണ്ട്. അപ്പോൾ ഇപ്പോൾ ടിക്കറ്റ് റേറ്റ് കുറവാണ്, സമയവും കുറച്ച് മതിയല്ലോ, നാട്ടിൽ പോകുന്നത് ഫ്ലൈറ്റിനാണെന്ന്. വെറും കൂലിപ്പണിക്ക് നടക്കുന്ന സിമൻറ്റ് കൂട്ടാൻ നടക്കുന്ന പണിക്കാരൻ. നമ്മുടെ ആൾക്കാർ പറയും പണിയില്ല, പണിക്ക് വിളിക്കാൻ. എനിക്കറിയാം, അപ്പുറത്തൊരു മുറിയെടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് എന്നെ തല്ലിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പണിയും കൊടുക്കണം. അവസാനം മറ്റു ആൾക്കാർ പറഞ്ഞു പണിയൊന്നും പാകത്തിന് ചെയ്യുന്നില്ല. പുറത്തുനിന്ന് ആൾക്കാർ പണിക്ക് വരുമ്പോഴാണ് മനസ്സിലായത് അവരിരട്ടിപ്പണിയും. നമുക്ക് പരിചയമുള്ളവർ പണിയില്ല ബന്ധനോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കാൻ വന്നവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് പണിയില്ലാത്തതെന്ന് പിന്നെ മനസ്സിലായി. അപ്പോൾ എന്നോട് ചോദിച്ചു ബ്രദറിൻ്റെ ബന്ധക്കാരാണോ ചോദിച്ചു. അവൻ്റെ ബന്ധക്കാരൊന്നുമല്ല, പണിക്ക് വിളിച്ചതാണ്. അയ്യോ, എന്നാൽ ഇത് ആദ്യമേ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്നും പറഞ്ഞിട്ട് അന്യർ വന്നിട്ട് നന്നായിട്ട് പണിതു. അന്യരെ കൊണ്ട് പണി തീർപ്പിക്കേണ്ടി വന്നു. പരിചയമുള്ളവരെ വിളിച്ചപ്പോൾ 2 അടി കൂടുതൽ അടിക്കുമെന്ന് പറഞ്ഞതുപോലെ 2 അല്ല 2ന് 10 അടിച്ചിട്ടാണ് പണിയും തീർക്കാതെ അവസാനം അവർക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഇട്ടിട്ട് പോയി കളഞ്ഞു. അപ്പോൾ ഒരാൾ ഇതുപോലെ പ്രാർത്ഥിക്കാൻ വന്നതാണ്. അപ്പം വർഗീയത പറഞ്ഞുകൊണ്ടാണ് മുസ്ലിംസിൻ്റെ പണിക്ക് പോയപ്പോൾ പണി സാധനം പിടിച്ചു വെച്ചിട്ട് വിട്ടേക്കണേണ്. അവർ നല്ല കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, പണിക്ക് പോകാൻ തോന്നണില്ല. ഭാര്യ എവിടെയെങ്കിലൊക്കെ കൈനീട്ടും വീട്ടുകാരെ പറ്റിച്ചും നുണ പറഞ്ഞും കടം മേടിച്ചും ഇങ്ങനെ കൊണ്ടുവന്ന് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ചിലവിന്. പിന്നെ അവൻ എങ്ങനെ പണിക്ക് പോകും? അപ്പോൾ മനസ്സിലായ കാര്യം, അവരൊന്നും കൂടോത്രം ചെയ്തതോ ചെയ്യാത്തവർ ചെയ്യണമെന്നല്ല പറഞ്ഞത്. കാരണം അവരുടെ വർക്ക് പിടിച്ചിട്ട് പൈസ എല്ലാം മേടിച്ചിട്ട് പണി തീർത്തു കൊടുത്തില്ല. അപ്പോൾ പണി സാധനങ്ങളെല്ലാം അവർ പിടിച്ചു വെച്ച് കളഞ്ഞു. എന്ന് ഈ പൈസയുടെ ഇടപാട് തീർക്കണം, അന്ന് നിൻ്റെ സാധനം വിട്ട്. അതോടുകൂടി ആ പണിയും നിർത്തി വലിയ സോഷ്യൽ വർക്കുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള കൃത്രിമത്വങ്ങളൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റണം. കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കടം കൊടുക്കണം. വാടകയ്ക്ക് സാധനം എടുത്താൽ അത് തിരിച്ചു കൊടുക്കൂല. കിടന്ന് കൂടി അവസാനം അവർ വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ ഇടപെട്ട് തീർക്കുന്ന അവസ്ഥ. ഇങ്ങനെ ആകുമ്പോൾ ചിലർക്ക് അതെല്ലാം ഒരു തരമായിപ്പോൾ. അപ്പോൾ കടം വീട്ടുന്നവർ അയൽക്കാരൻ്റെ കൈ ചുംബിക്കുകയും അവൻ്റെ ധനത്തെ പുകഴ്ത്തി പറയുകയും ചെയ്യുന്നവരുണ്ട്. കടം വീട്ടാറാകുമ്പോൾ താമസിപ്പിക്കുകയും നിരർത്ഥകമായ വാഗ്ദാനം നൽകുകയും സമയം പോരെന്ന് പരാതി പറയുകയും ചെയ്യുന്നു. നിർബന്ധം ചെലുത്തിയാലും കടം കൊടുത്തവന് കഷ്ടിച്ച് പകുതിയേ തിരിച്ച് കിട്ടുകയുള്ളൂ. അത്രയെങ്കിലും കിട്ടിയ ഭാഗ്യം. അതുപോലും കിട്ടുന്ന കഥ കേൾക്കാറില്ല. ഒത്തിരി ആൾക്കാർ വിളിക്കുന്നുണ്ട്, കടം കൊടുത്തിട്ട് കിട്ടാത്തവരും വിളിക്കുന്നുണ്ട്. അതുപോലെ ആവശ്യമില്ലാത്ത എൻ്റെ ഇടയ്ക്കുണ്ട് വാലുണ്ട് വെച്ചെന്ന് പറഞ്ഞ പോലെ, തടിയുടെ ഇടയ്ക്കുണ്ട് വാല് വെച്ചെന്ന് പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിട്ട് കഴുത്തേലായവരുണ്ട്. അപ്പോൾ അത് കഷ്ടിച്ച് പകുതിയെ തിരിച്ച് കിട്ടുകയുള്ളൂ. കൊടുത്തവരുണ്ട്, കിട്ടാനുള്ളവരുണ്ട്. അവർ അത് ഭാഗ്യമായി കരുതും. നിർബന്ധിച്ചില്ലെങ്കിൽ കടം വാങ്ങിയവർ പണം അപഹരിച്ചത് തന്നെ. ഒരു കേസ് വന്നതോർക്ക് ബഹിരസോ ചിലരൊക്കെ നമ്മളെപ്പോലും കുഴിയിലിറക്കി വെക്കാൻ വേണ്ടി വിളിക്കും. പിന്നെ അവർ ഉദ്ദേശിച്ച പോലെ നടന്നില്ലെങ്കിൽ എന്ത് കഥയും പറഞ്ഞ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരാൾ വന്നപ്പോൾ ഇതുപോലെ ഇവിടെയും എന്നെയും കുഴിയിലിറക്കാൻ വേണ്ടിയാണ്. ഒരു പരിചയമില്ലാത്ത ആൾ യൂട്യൂബിലൂടെ ശുശ്രൂഷ കണ്ടിട്ട് വന്ന ആൾ കതറൊക്കെ ഇട്ട് വെള്ളയൊക്കെ ഇട്ട് നല്ല മിടുമിടുക്കനായിട്ട്, രാഷ്ട്രീയക്കാരനൊന്നുമല്ല, പക്ഷേ പണ്ട് ബിസിനസ്സൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പം ഇത്ര 1000 രൂപ വേണമെന്നും പറഞ്ഞ് എന്നോട് ഇരുന്ന് ഈ ദിവസത്തിനുള്ളിൽ ഇത്ര 1000 ഇല്ലെങ്കിൽ പിന്നെ മരിച്ചു കളയുമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെയുള്ളവരൊരു ശീലമാണിത്. പക്ഷേ
ഒത്തിരി നേരം സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് ഇയാൾ പറഞ്ഞ നുണകളും അതിൻ്റെ ഇടയ്ക്കൂടെയുള്ള ഉൾക്കളികളും പലതും. ഒരച്ഛൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് കുമ്പസാരിക്കാൻ പോയപ്പോഴത്തേക്കും കുമ്പസാരക്കൂട്ടിൽ നിന്ന് കരഞ്ഞപ്പോൾ അച്ഛൻ പോയി നിൽക്കട്ടാ എന്നും പറഞ്ഞ് 40,000 രൂപ എടുത്തുകൊണ്ട് 2 ദിവസത്തെ കാര്യം പറഞ്ഞ് അച്ഛനോട് മേടിച്ചാൽ ഇപ്പം പള്ളിയിലും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ എവിടെയെല്ലാം പോകുക അതെല്ലാം അവിടെയെല്ലാം ആൾക്കാരെ മുക്കിയിട്ട് പോരുന്ന അവസ്ഥ. കുമ്പസാരിക്കാൻ പറഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ കഥ പറയുന്നത്. ഒരു അച്ഛനെ വിഷമിപ്പിച്ച കഥ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അടുത്ത കഥ പുറത്തു വരുന്നത്. അപ്പോൾ ഇതെല്ലാം മറ്റുള്ളവരുടെ അധ്വാന ഫലം ചൂഷണം ചെയ്യുന്നത് ശാപം തന്നെയാണ്. നിർബന്ധം ചെലുത്തിയാലും കടം കൊടുത്തവന് കഷ്ടിച്ച് പകുതിയെ തിരിച്ചു കിട്ടുകയുള്ളൂ. അവനത് ഭാഗ്യമായി കരുതും. നിർബന്ധിച്ചില്ലെങ്കിൽ കടം വാങ്ങിയാൽ പണം വാങ്ങിയവൻ പണം അപഹരിച്ചത് തന്നെ. ആവശ്യമില്ലാതെ അവനെ ശത്രുവാക്കുകയാണ്. നിന്നയും ശാപവർഷവും കൊണ്ടായിരിക്കും അവൻ കടം വീട്ടുക. കടം തീർക്കും. എങ്ങനെ തീർക്കും? നിന്നയും പ്രാക്കും ശാപവും കുത്തുവാക്കും. അവൻ അങ്ങനത്തവനായിരുന്നു ഇങ്ങനത്തവനായിരുന്നു ഇപ്പം ആളായതാണ്, അവനെ കള്ളപ്പണമാണ്, അങ്ങനെയാണ്, ഇവിടെ വന്ന് ചോറ് തിന്നിട്ട് പോയിട്ടുള്ളവൻ, എന്തെല്ലാം പറയാമോ അതെല്ലാം പറയും. അപ്പോൾ മാനത്തിന് പകരം എന്ത് ലഭിക്കും? അപമാനം കൊടുക്കുന്ന അവസ്ഥ. ഇത്തരം നിമിത്തം കടം കൊടുക്കാൻ പലരും മടിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് വചനം പറയുന്നത് ദുഷ്ടത. ഇത്തരം ദുഷ്ടത നിമിത്തം കടം കൊടുക്കാൻ പലരും മടിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇതുപോലെ ഒരാൾ വന്ന് എന്നെ അവർ നശിപ്പിച്ചു കളഞ്ഞു. ആര്? കടം മേടിച്ച് കൊടുത്ത ആൾക്കാരുടെ കാര്യമോ. അപ്പോൾ എൻ്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു കിട്ടിയാൽ കൊടുക്കാമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്ക് കിട്ടിയാൽ ഞാനും കൊടുക്കാം, ദൈവമേ വഴി കാണിച്ചു തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കംപ്ലീറ്റ് കടവും കിട്ടാനുള്ള കടക്കാരോട് ക്ഷമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടുകയും ചെയ്ത്. അതുപോലെ കംപ്ലീറ്റ് കടം അന്ന് ആ കാലയളവിൽ തീർക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കും. പ്രഭാഷകൻ 11:21 ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. ആരാ എല്ലാം തികഞ്ഞവരായിട്ട് ഇവിടെ വരുന്നത്? അപ്പോൾ എങ്കിലും ഇത്തരം ദുഷ്ടനിമിത്തം കടം കൊടുക്കാൻ പലരും മടിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാതെ വഞ്ചിതരാകാൻ അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യന് കൊടുക്കേണ്ട സഹായം പോലും പലരും കൊടുക്കാതിരിക്കുന്നത്. കാരണം ഒത്തിരി ഇങ്ങനെ പറയും, തിളച്ച വെള്ളത്തിൽ ചവിട്ടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും ചവിട്ടൂലെന്ന് പറയും. ഐസിലും ആവിയിലും വെന്തത് പച്ചവെള്ളം കണ്ടാലും ഭയക്കും, അല്ലേ? അതാണ് അതിൻ്റെ ശരി. എങ്കിലും നിർധനരോട് കരുണ കാണിക്കണം. നിന്റെ ദാനത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഇടയാകരുത്. കൽപ്പനകളെ പ്രതി ദരിദ്രനെ സഹായിക്കുക. ആവശ്യക്കാരനെ ആയ അവനെ വെറും കൈയോടെ അയക്കരുത്. വചനത്തിൽ പറയുന്നത് ദയയും കരുണയുമാണ്. എന്നിരുന്നാലും സ്വയം കെണികളിൽ പെടരുത്. സുഭാഷിതം 11:15 പറയുന്നുണ്ട്, ജാമ്യം നിൽക്കുന്നവൻ ദുഃഖിക്കേണ്ടി വരും, ജാമ്യം നിൽക്കാത്തവൻ സുരക്ഷിതനാണ്. അവനെ തല ഉയർത്തി നടക്കാനായിട്ട് പറ്റും, അല്ലേ? അല്ലെങ്കിൽ നിൻ്റെ മേലെങ്കിൽ അവർ ജാമ്യം ആർക്കൊണ്ട് നിന്നോ അവർ ഉരിയെടുക്കും. വീണ്ടും കഴിഞ്ഞ ദിവസം ആരോ വിളിച്ചിട്ട് പറഞ്ഞ ഇതാണ്, ബാങ്കിൻ്റെ ഒറ്റ പൈസ എടുത്തത് ഇതുവരെ അടച്ചിട്ടില്ല, പക്ഷേ 2 ദിവസം കൂടി കിട്ടാൻ. അപ്പോൾ 2 ദിവസം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് വേറെ ആളോട് കടം ചോദിച്ചേക്കണേ. അപ്പം ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ കൊടുക്കും? അതിന് അവർക്ക് വഴിയൊന്നുമില്ല. ഇന്ന് വരെയും കടമെടുത്ത് അടിച്ചു പൊളിച്ചതൊന്നും അടച്ചില്ല. ഇനിയും അടുത്ത ആളെ കിട്ടാൻ വേണ്ടി ഏത് വചനം പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് അന്വേഷിച്ച് നടക്കുന്ന അവരെ കണ്ടതോറൊക്കെയാണ്. കഴിഞ്ഞ ദിവസം ഒരു ബാങ്കിൻ്റെ ATM കയറിയപ്പോൾ ഒട്ടിച്ചിരിക്കുന്നത് കണ്ടു. ബാങ്ക് ജപ്തിക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും വിവരങ്ങളും പടങ്ങളും അഡ്രസ്സും സഹിതം. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് കൂടുതൽ ഞങ്ങളുടെ പള്ളിയിലേക്ക് പോകുന്ന വഴി തന്നെ. അപ്പോൾ ഇവിടെ ട്യൂഷൻ വന്ന പയ്യൻ പറഞ്ഞ ഇതാണ്, അങ്കളെ ഭയങ്കര പ്രശ്നമായിരുന്നു, പോലീസും ഫയർഫോഴ്സൊക്കെ വന്നു ചാകുമെന്നും പറഞ്ഞ് തീ കൊളുത്തുമെന്നും പറഞ്ഞ് ഭയങ്കര ഭീഷണിയൊക്കെയാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു ജപ്തി ഒഴിവായ? ഇല്ല, ബാങ്ക് പോലീസും ഇതൊക്കെ വന്നിട്ട് അവരെ ഒഴിവാക്കി സീൽ ചെയ്ത് പോയില്ലേ, കണ്ടില്ലേ ഒട്ടിച്ചേക്കണ കണ്ടില്ലേ എന്നും പറഞ്ഞു. ഇപ്പോൾ ബാങ്കിൻ്റെ കയ്യിലായി. ബാങ്കിൻ്റെ കിട്ടാനുള്ളത് കൊടുക്കണ്ടേ? ബാങ്കിലിട്ടിരിക്കുന്ന ആൾക്കാരുടെ പൈസ ബാങ്കിന് ബാധ്യതയുള്ളതല്ലേ? അപ്പോൾ ബാങ്കിനോട് കടംപെടുത്തിയവരിൽ നിന്നാണ് അത് ഈടാക്കുന്നത്. ഗവൺമെൻറ് ആയാലും കോടതിയായാലും പോലീസായാലും എന്ത് ചെയ്യും? പിന്നെ മനുഷ്യനാണ്. പ്രളയവും കെടുതിയും സുനാമിയൊക്കെ വന്നപ്പോൾ തട്ടുകേടുകൾ പറ്റിയവരുണ്ട്. തൊടുപുഴ ഭാഗത്ത് നിന്നൊക്കെ ഒത്തിരി പേര് കർഷകർ ചിലരൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചതും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പറഞ്ഞ 100 കണക്കിന് ആൾക്കാർ ഈ കൃഷിക്ക് വേണ്ടിയൊക്കെ എടുത്ത കടങ്ങൾ അന്ന് ഈ പ്രളയവും ഇതൊക്കെ വന്നപ്പോൾ ഈ കോവിഡിൻ്റെയും ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ പലതരത്തിലാണ് ആളുകളെ ബാധിച്ചിട്ടുള്ളത്. കടക്കെണിയിലായിപ്പോയി, ജപ്തി ബാധ്യതകൾ നേരിടുകയാണ്. 2-3 വർഷം നീണ്ടു കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം ഓർക്കുകയാണ്. അപ്പോൾ
സുഭാഷങ്ങളുടെ ദിവസം 22-ാം അധ്യായം 26, 27. അന്യർക്ക് വേണ്ടി വാക്ക് കൊടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത്. കടം വീട്ടാൻ വകയില്ലാതെയായി നിന്റെ കിടക്ക പോലും നഷ്ടപ്പെടാൻ ഇടയാകും. സുഭാഷ 22, 26. കിടക്ക പോലും ഇടയാകും. മറ്റുള്ളവർക്ക് വേണ്ടി കയറി ജാമ്യം നിന്ന. ഞാൻ ഓർക്കുകയാണ്, ഫ്രഞ്ച് ചാരവൃത്തി പിടിക്കപ്പെട്ട് ജയിലിലൊക്കെ കിടന്ന ആൾ എൻ്റെ അടുത്ത് പ്രാർത്ഥിപ്പിക്കാൻ വന്നിട്ട് പറഞ്ഞ ഭയങ്കര പ്രാർത്ഥനയും കരച്ചിലും ഒക്കെ ആയിട്ട് വന്നു. നീലം വെള്ളത്തിൽ വീണ കുറുക്കൻ്റെ പോലെയാണ് സ്വഭാവം, പഴയത് തന്നെ. പ്രാർത്ഥിപ്പിക്കാൻ വന്നത് ഇതും പറഞ്ഞിട്ടാണ്, ഇവിടെ വരുന്ന ആളുകൾക്ക് ജോലി കൊടുക്കാം, എനിക്കൊരു 10,000 രൂപ വെച്ച് തന്നാൽ മതി, ബ്രദർ എത്ര ലക്ഷം വേണമെങ്കിലും മേടിച്ചോ, ഇങ്ങനെ ശുശ്രൂഷ. പക്ഷേ ദൈവം സഹായിച്ച് എൻ്റെ അപ്പം മരിക്കുന്നതിന് മുമ്പ് തൊട്ടടുത്ത ദിവസം ഇതുപോലെ മുന്നിലിരുത്തി പറഞ്ഞു തന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങളിൽ പെട്ട കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. ദൈവം സഹായിച്ച് ഒരിക്കലും നമ്മൾ വിചാരിക്കും നമുക്കൊന്നും വേണ്ടെങ്കിലും ആരുടെയെങ്കിലും 10,000 രൂപയല്ലേ വന്നുള്ളൂ, കുറേ പേർക്ക് ജോലി കിട്ടുമല്ലോ, ഷിപ്പിൽ ജോലി കിട്ടുമല്ലോ എന്നൊക്കെ. ഇങ്ങനെ പല രീതിയിൽ തട്ടിക്കാനായിട്ട് വരുന്നവരൊക്കെ ഉണ്ട്. കടം ചോദിക്കുന്നവരുണ്ട്, ആളെ പറഞ്ഞു വിടുന്നവരുണ്ട്, വിളിക്കുന്നവരുണ്ട്, തിരിച്ച് ചോദിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഏത് വചനമെന്ന് പറയുന്നവരുണ്ട്, കടം വീണ്ടും കിട്ടാൻ വേണ്ടി കണ്ണടച്ചിരുട്ടാക്കുന്നവരെ പോലെ പ്രാർത്ഥിക്കാൻ പറയുന്നവരുണ്ട്. അതുകൊണ്ട് കടബാധ്യത ഒരു കെട്ടാണ്. കടം വാങ്ങുന്നവൻ കടം കൊടുക്കുന്നവൻ്റെ അടിമയാണെന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് അവരവർക്കുള്ളത് കൊണ്ട് പരമാവധി വിനിയോഗിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട പ്രശാന്ത് അച്ഛൻ പറയാറുള്ളൊരു കാര്യം ഇതാണ്. അപ്പോൾ പണം ഉണ്ടാക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, അത് നിലനിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ രഹസ്യമാണ് പലർക്കും അറിയാത്തത്. ഇഞ്ഞും വരും ഇഞ്ഞും കിട്ടുമെന്ന് പറയുമ്പോൾ പഴയ കാരണന്മാർ പറയുന്നത് ചക്രം എന്നാണ്. ചക്രം എന്ന് പറയുമ്പോൾ അങ്ങാടും ഉരുളും ഇങ്ങാടും ഉരുളും. ഇത് ഇറങ്ങിപ്പോകാൻ അധികം സമയമൊന്നും വേണ്ട. വന്നത് പിടിച്ചു നിർത്താനും സൂക്ഷിച്ചുപയോഗിക്കാനും. എന്ന് പറഞ്ഞാൽ ലുബ്ധൻ്റെ വസ്തുക്കൾ പുഴുവരിക്കും എന്ന് പറയും. പിശുക്ക് കാണിച്ച് പച്ചവെള്ളം ഇറക്കാതെ ജീവിക്കണം എന്നല്ല. അങ്ങനെ പോകുന്നവരുണ്ട്, അവസാനം ഒറ്റ പോക്ക്. അങ്ങനെയൊന്നും പോകാനല്ല, കെണികളിൽ പെടും, അതിനേക്കാൾ വലിയ പറ്റിക്കലുകളിൽ പെടും. എല്ലാം പണം ന്യായയുക്തമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോടും നന്ദിയോടെയും വിവേകത്തോടെയും ആലോചനയോടെയും. പലർക്കും പറ്റുന്ന ഇതാണ്, ആരോടെങ്കിലും ഒരു വാക്ക്, ഒരു നല്ലവരോടോ അല്ലെങ്കിൽ സ്വന്തം ജീവിത പങ്കാളിയോ. പലർക്കും ഭാര്യനെ കണ്ടുകൂടാ, ഭർത്താവിനെ കണ്ടുകൂടാ, ഭർത്താവ് അറിയാതെ ഭാര്യ അറിയാതെ, അങ്ങനെയുള്ള പല കേസുകളും വരാറുണ്ട്. ഭർത്താവ് അറിയാതെ കടം കൊടുത്ത് 35 ലക്ഷം അവസാനം മരിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ്, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന കേസാണ്. നോക്കിയിട്ട് എന്താ കാര്യമുള്ളത്? അപ്പോൾ ഇവർക്കെന്തോ അവിഹിത ബന്ധമുണ്ടെന്നായി വീട്ടുകാരും എല്ലാവരും. പക്ഷേ ഇവിടെ നിന്ന് മേടിച്ച് അവിടെ നിന്ന് മേടിച്ച് ഇവിടെ, ആവശ്യത്തിൽ കൂടുതൽ കടം കൊടുത്തും ചിലവാക്കിയും പോളിഷ് അടിച്ച് നിന്ന് റിട്ടയർഡ് ആയി കഴിഞ്ഞപ്പോഴാണ് ഈ 35 ലക്ഷത്തിൻ്റെ കടം പിടിക്കപ്പെട്ടത്. ഭർത്താവ് ഗൾഫിൽ നിന്ന് അയക്കുന്ന പൈസ കൃത്യമായിട്ട് കണക്കുകൾ വെക്കാതെ ചിലവഴിച്ച്, ഭർത്താവ് അയക്കുന്നതിന് മുമ്പേ കൂടുതൽ കടം അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം പലിശക്കെല്ലാം കുടുംബശ്രീയിൽ നിന്നും അതിൽ നിന്നെല്ലാം എടുത്തിട്ട് അവർ വെറുതെ ഇരിക്കുക. എന്നിട്ട് അവസാനം ഈ സമ്പത്തിൻ്റെ വിനിയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അവസാനം ഭർത്താവ് നാട്ടിലേക്ക് വരുമെന്നായപ്പോൾ കടം കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു സ്ത്രീ, അങ്ങനെ ഒരു കേസ് പ്രാർത്ഥിക്കാൻ വന്ന് ഓർക്കുകയാണ്. കാരണം എവിടെ നിന്ന് ഇത്രയും കടം വന്ന്, എന്ത് ചെയ്ത് ആൾക്ക് പോലും ഓർമ്മയില്ല. പക്ഷേ ക്ഷമയോടൊക്കെ ഇരുന്ന് പതിയെ പ്രാർത്ഥിച്ചും ആലോചിച്ചും കണ്ടുപിടിച്ച് വന്നപ്പോൾ ചോർന്നു പോയ വഴികൾ, പല തുള്ളി പെരുവെള്ളം, 8-നും 10-നും 12-നും ഇവിടെ നിന്നെടുത്ത് അവിടെ ഭർത്താവ് പൈസ അയക്കുന്നതിന് മുമ്പേ പണി മുടങ്ങാതിരിക്കാൻ വേണ്ടി തിരിച്ചും മറിച്ചും എല്ലാം നടത്തി അടിപൊളിയാക്കി, ആവശ്യത്തിൽ കൂടുതൽ സെറ്റപ്പാക്കി എല്ലാം മേടിച്ചിട്ടു. ഭർത്താവ് കരുതി ഇവരുടെ വീട്ടിൽ നിന്നുള്ളതാണോ മെച്ചം വെച്ചതാണോ. അപ്പം ഇങ്ങനെയൊക്കെ കെണികളിലും കടങ്ങളിലും പെടുന്നവരുണ്ട്. പിന്നെ ദൈവത്തെക്കാൾ അധികം മക്കളിൽ ആശ്രയിക്കുന്നവർ. ഓസ്ട്രേലിയക്ക് പോകാൻ പൈസ കടമെടുത്ത് കൊടുത്തിട്ട് 10ൻ്റെ പൈസ അയച്ചും കൊടുക്കുന്നില്ല, ലോണെല്ലാം മുടങ്ങിക്കിടക്കുന്നു. അവിടെ ഫോണും എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മിടുക്കന്മാരായ മക്കളെക്കുറിച്ചും സങ്കടം പറയുന്ന മാതാപിതാക്കളുണ്ട്. ഒരപ്പം വിളിച്ച് പറഞ്ഞ ഇതാണ്, ഒരു ചെറിയ സ്ഥലമുണ്ട്, വീട് വെക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു, പക്ഷെ അതിന് പകരം മകളെ പഠിപ്പിച്ച് മിടുക്കിയാക്കി നേഴ്സിംഗ് എല്ലാം പഠിച്ച് UK വിട്ടു. താഴെ 2 ഉണ്ട്, അവരെ നീ പഠിപ്പിച്ചോണം, വീടും വെക്കണം. എല്ലാം മനോഹരമായ ആകർഷകമായ വാഗ്ദാനങ്ങളും വാക്കുകളും പ്രലോഭനങ്ങളും വലിയ സ്വപ്നങ്ങളായിരുന്നു. UK-കാരിയായ മകള് കേരളത്തിൽ വന്ന് സ്വന്തമായിട്ട് കല്യാണം കഴിച്ച് പഠിച്ചപ്പോഴേ ഉണ്ടായിരുന്നതാണ് ചെറുക്കൻ്റെ കൂടെ അവൾ പോയി. വീട്ടിൽ ഇപ്പം കൈയും കാലും പിടിച്ചിട്ട് അവർക്ക് ലോണും കടമാണ്. കഷ്ടി 10,000 രൂപ അയക്കുന്നത് കൊണ്ട് ജീവിക്കാൻ പോലും 2 മക്കൾ
മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ താഴെയുള്ളത് അപ്പനും അമ്മയുണ്ട്, രണ്ടുപേർക്കും മരുന്ന്, കിടക്കാനൊരു വീടില്ല, ആ മറ്റേ സ്ഥലത്തിൻ്റെ പേരും ഒക്കെ ബാധയുണ്ട്. ഇങ്ങനെയൊക്കെ ചങ്ക് തകർന്നു വരുന്ന ഒത്തിരി മനുഷ്യർ, ഒത്തിരി ജീവിതങ്ങളുണ്ട്. ദൈവം നേരിട്ട് ഈ കണ്ണീരെല്ലാം കാണും, അവർക്ക് ആശ്വാസം കൊടുക്കും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളോട് ഉരുകിയും കടം മേടിച്ചും കൊടുത്തിട്ട് വിദേശത്തൊക്കെ 2 മേഖലയിൽ നിന്നും ഞങ്ങളെ വിളിക്കുന്നവരുണ്ട്. UK, കാനഡ, ഓസ്ട്രേലിയ, USA ഒക്കെ പോയിട്ട് തലമറന്ന് എണ്ണ തേക്കുന്ന മക്കളുണ്ട്. അവർക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ സൗകര്യം വേണം, ഈ സൗകര്യം വേണം, അല്ലെങ്കിൽ കാറ് വേണം, വണ്ടിയില്ലാതെ പറ്റില്ല. സൈക്കിളും ചവിട്ടി നടക്കുന്നവരെയും എനിക്കറിയാം. എന്നോടൊരു സഹോദരൻ പറഞ്ഞ ഇതാണ്, ബ്രദറെ, ഇവിടെ മാന്യവും മര്യാദയായിട്ട് ജീവിക്കണമെങ്കിൽ ജീവിക്കാം, നശിച്ച് ജീവിക്കണമെങ്കിൽ അന്തസ്സായിട്ട് ജീവിക്കാം. അത് നമ്മുടെ അവിടുത്തെ പോലെ തന്നെ. പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാരൊക്കെ ചിലരൊക്കെ ഇവിടെ വന്നിട്ട് ആരും കാണുന്നില്ല, അറിയുന്നില്ല എന്നും പറഞ്ഞ് അടിച്ചു പൊളിക്കാനുള്ളതാണെന്ന് കരുതി ആവശ്യത്തിൽ കൂടുതൽ ഇവിടെയുമുണ്ട് വന്നിട്ട് പലിശ കൊടുക്കലും കടമെടുക്കലും. ഗൾഫ് നാടുകളിൽ പോലും ഉണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഇവിടത്തേനേക്കാൾ കൂടുതലാണ്, തലവെട്ടുന്ന കേസാണ്. എന്നിട്ട് പോലും ഇങ്ങനെയുള്ള വട്ടിപ്പലിശ ഇടപാടുമൊക്കെ ചിലരൊക്കെ വിളിക്കുന്നുണ്ട്, ആ പാർട്ണർ കൂടോത്രം ചെയ്തിട്ടാണ്. ഞാൻ പറഞ്ഞു, കൂടോത്രമൊന്നുമല്ല, നിലയില്ലാത്തടത്ത് മുങ്ങിയിട്ടാണ്. കാരണം സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടെന്ന് പറയും. കൂട്ടു ബിസിനസ്സൊക്കെ നടത്തിയിട്ട് ഇപ്പം നാട്ടിൽ വരാനൊന്നും പറ്റുന്നില്ല. ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർ, ചതികളിൽപ്പെട്ടവർ, തെറ്റായ വഴികളിൽ പൈസ ചെലവഴിച്ചവരുമുണ്ട്. ചിലർ ഞാൻ ഒന്നിനും പോയിട്ടില്ല, എങ്ങനെ പോയെന്നറിയില്ല. സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമാണ്. ഈ പൊന്നിനും പണത്തിനും പദവിക്കും അധികാരത്തിനും വേണ്ടിയാണ് ഭൂമിയുള്ളിടത്തോളം കാലം ഈ മത്സരവും പിടിവാശിയും കുഴികുത്തലും ചതിയും വഞ്ചനയും. കായൻ ആബേലിനെ കൊന്നത് അസൂയ മൂത്തട്ട. ബൈബിളിലെ ആദ്യത്തെ കൊലപാതകം, പിന്നെ സുഖം, സന്തോഷം. ഇതാ ദൈവം പറഞ്ഞത് നുണയായിട്ടും സാത്താൻ പറഞ്ഞത് സത്യമായിട്ടും വിശ്വസിച്ച ആദ്യ മാതാപിതാക്കൾ. അതുകൊണ്ട് തിന്മക്ക് ഭയങ്കര വശീകരണ ശക്തിയായിരിക്കും. നല്ലോണം പ്രാർത്ഥനയും വചനവും, കമൻറ്റ് പറഞ്ഞിട്ടോ വചനപ്രഭാഷകരെ കളിയാക്കിയിട്ടോ പുച്ഛിച്ചിട്ടോ പ്രാർത്ഥനയിൽ നിന്ന് ധ്യാനം അവഗണിച്ചിട്ടോ അവസാനം ഇത് മാത്രമായിട്ട് നടക്കുന്ന ആൾക്കാരെ അറിയാം. വട്ടിപ്പലിശക്കാരന് വേണ്ടി നടത്തിയിരുന്ന ആളെല്ലാം നശിച്ച് വെണ്ണീറ എല്ലാ വഴിയും നടക്കുമ്പോൾ പ്രാർത്ഥിച്ച് ബൈബിളും പിടിച്ച് പോകുന്നതായിട്ടാണ് കാണുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞ്, അന്ന് ഞാൻ ബ്രദറിനെ കളിയാക്കി ചിരിച്ചു, പക്ഷേ ഇന്ന് വലിയൊരു ശുശ്രൂഷകനാണ്. ഏശയ്യാ 52:12, നിങ്ങൾ തിടുക്കം കൂട്ടുകയോ വേഗം ഓടുകയോ വേണ്ട, കർത്താവാണ് നിങ്ങളുടെ പിൻകാവൽക്കാരൻ. അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക വരുമാന മാർഗങ്ങളെ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. അതുപോലെ നമുക്കറിയാത്ത ഇടപാടുകൾക്ക് ചാടി പുറപ്പെട്ടു പോകരുത്. ഓരോരുത്തർ വന്ന് അത് ചെയ്യാം ഇത് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് പറ്റിയതാണോ, നമുക്കറിയാവുന്നതാണോ? നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ പോയാൽ നമ്മളെ കുഴിച്ചു വെച്ചിട്ട് പോകാനായിരിക്കാം. ഇപ്പോൾ കാണിക്കുന്ന ലാളിത്യവും എളിമയും കാലുനക്കലും ഒന്നും പിന്നീട് ഉണ്ടാവില്ല. അതിനു പകരം നമ്മുടെ കണ്ണിൽ നിന്ന് രക്തക്കണ്ണീര് കണ്ടാലും തട്ടിപ്പാണെന്ന് അവർ പറയുന്ന അവസ്ഥകൾ, ഇങ്ങനെയൊക്കെ ഒത്തിരി കേസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവചനമനുസരിച്ച് പിന്നെ വിവേകത്തോടെയും അനുഭവങ്ങളുള്ളവരോട് ആലോചനയൊക്കെ ചോദിച്ച് കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാം. അങ്ങനെ ഈ കടബാധയുടെ കെണികളിൽ നിന്നും അതിൻ്റെ കുരുക്കുകളിൽ നിന്നെല്ലാം പുറത്തു വരാം. കടം കൊടുത്തവരോടും കടം തന്നവരോടും ക്ഷമിച്ച് ദൈവമേ വഴി കാണിച്ചു തരണേയെന്നും, തന്നാൽ കൊടുക്കാനും കിട്ടിയാൽ കൊടുക്കാനും ഉള്ള അനുഗ്രഹവും, അവരെ ശപിച്ചതിന് ദൈവത്തോട് മാപ്പും ഒക്കെ പറഞ്ഞ് കുമ്പസാരിച്ച് മാറ്റങ്ങൾ വരുത്തി കഠിനമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന്, ഇപ്പം ഞങ്ങളൊക്കെ ജീവിക്കുന്നത് അങ്ങനെ സുവിശേഷ ശുശ്രൂഷ മാത്രമല്ല, കുടുംബം ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഠിനാധ്വാനം ചെയ്തിട്ടാണ്. ഇപ്പോൾ രാത്രി സമയത്താണ് ഈ വചനം ഇത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അമ്മ പറയാറുള്ളൊരു വാക്കിതാ, എല്ലുമുറിയെ പണിയെടുത്ത പല്ലുമുറിയെ തിന്നാം. കഷ്ടപ്പെട്ട ജീവിക്കാൻ പറ്റും. അതിനാരും അസൂയ പറഞ്ഞിട്ടോ കമൻ്റ് ഇട്ടിട്ടോ പിന്നെ അസൂയ മൂത്ത് കുറ്റപ്പെടുത്തിയിട്ടോ തർക്കിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അധ്വാനിച്ച് ഭക്ഷിക്കാൻ അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് എത്ര നാൾ നമ്മൾ കടം മേടിച്ച് ജീവിക്കും, എത്ര നാൾ സർക്കാരിനെ വെട്ടിച്ചും നികുതി വെട്ടിച്ചും ഓപ്പറേഷൻ കുബേരനെ വെട്ടിച്ചും കാണിക്കും. എന്നെങ്കിലും അങ്ങനെയുള്ള അവസ്ഥകൾ കെണികളിൽ ചെന്ന് ചാടും. ആരും നമ്മളെ നന്നാക്കാൻ വേണ്ടിയല്ല. പത്രത്തിലൊക്കെ വന്നൊരു വാർത്തയാണ്, ഒരു കുടുംബം വലിയ പദവിയിലിരിക്കുന്നവരെല്ലാവരും കൂടി ജോലിയെടുത്തുണ്ടാക്കിയ അതെല്ലാം ബാങ്കിലിടുന്നതിന് പകരം ബാങ്ക്
ബാങ്ക് മാനേജർ വഴി സെപ്പറേറ്റായിട്ട് കൂടുതൽ പലിശക്ക് വേണ്ടി കൊടുത്തു. 2-3 മാസം പലിശ ഭാഗത്തിന് കൊടുത്തു. മുഴുവൻ മുതലും പോയി. 20 ലക്ഷം കുറി കിട്ടിയ കാശ് കുറിക്കമ്പനി തന്നെ ഇട്ടിട്ട് പോകുന്നു. രജിസ്ട്രേഡ് അല്ലാത്ത, നിയമാനുസൃതമല്ലാത്ത സ്ഥാപനം. അവസാനം കേസ് കൊടുക്കാൻ പോലും നിവൃത്തിയില്ല. അപ്പോൾ ധനകാര്യങ്ങളിൽ പണ്ട് മുതലേ ലോകത്തിൽ ചതിയും വഞ്ചനയും ഉണ്ട്. ലോകാവസാനം വരെ ഇതൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ, വട്ടപ്പലിശ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തി എടുക്കുന്നതും കൊടുക്കുന്നതും രണ്ടും പാവമാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സങ്കീർത്തനം 15 എടുത്ത് വായിക്കുക. മനസ്സിലാകില്ലെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും സങ്കീർത്തനം 15 വായിക്കുക. എന്നിട്ടും മനസ്സിലാകില്ലെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും 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 സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളത്തോടും മാറ്റങ്ങൾ വരുത്തുക. എളിമപ്പെടുക, ദൈവത്തിൽ ആശ്രയിക്കുക, അതുപോലെ നേർച്ചകൾ നിറവേറ്റുക, ദശാംശങ്ങൾ കൊടുക്കുക. സാമ്പത്തിക മേഖലയുടെ സുരക്ഷിതത്തിന് സഹായകമായ കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. പരിശുദ്ധമ്മയുടെ മാസം ഉണ്ടാകട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.